എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നിൽക്കണ എവിടെയാണെന്നറിയോ? നമ്മുടെ യാത്ര എന്ന് രാമേശ്വരത്തേക്കാട്ടോ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു പട്ടണമാട്ടോ രാമേശ്വരം. ഇത് പാമ്പൻ ദ്വീപിലാണ് ഈ രാമേശ്വരം സ്ഥിതി ചെയ്യണത്. അപ്പോൾ പാമ്പൻ പാലത്തിൻ്റെ തീരത്ത് നമ്മളാ കടൽ തീരത്തൊന്ന് ഇറങ്ങിയേക്കോട്ടത്. ഒരു പച്ചയോ നീലയൊക്കെ ചേർന്ന ഒരു കടലാട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് കടൽ ഒരുമിച്ച് കാണാം. ബംഗാൾ ഉൾക്കടലും, ബംഗാൾ ഉൾക്കടൽ അറിയാലോ, ഇത്തിരി പ്രശ്നക്കാരനാണ്. അതേപോലെ ശാന്തമഹാസമുദ്രവും കാണാം. എന്ത് പ്രശ്നം വന്നാലും ആദ്യം കേൾക്കണ ഒരു കേൾക്കലാലോ നമുക്ക്, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൊണ്ടുവന്നു, അതുകൊണ്ടാട്ടോ പറഞ്ഞത് പ്രശ്നക്കാരനാന്ന്. അപ്പം നമ്മളിത് അവിടെ നിന്നിട്ട് കുറച്ച് സെൽഫിയും കുറച്ച് വീഡിയോ ഒക്കെ എടുത്താട്ടോ. അപ്പോൾ അതേ അതിൻ്റെ അടുത്തൊരു പാർക്കും ഉണ്ട് കേട്ടോ. നല്ല രസം കേട്ടോ കാണാൻ. ഇപ്പോൾ നമ്മൾ പഴനി പോയി മുട്ടയൊക്കെ അടിച്ചിട്ടാട്ടോ നിൽക്കണേ. ആദ്യം മനോഹരമായ സ്ഥലം കേട്ടോ ഇത്. ഈ ശ്രീലങ്കയിൽ നിന്ന് വളരെ അടുത്താട്ടോ ഈ രാമേശ്വരം എന്ന പട്ടണം നിൽക്കണേ. ഒരു കാലത്ത് ഭയങ്കര എന്താ പറയുക, സാമ്പത്തികമായിട്ടൊക്കെ നിൽക്കണ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പട്ടണമായിരുന്നു കേട്ടോ ഈ ധനുഷ്കോടിയൊക്കെ രാമേശ്വരമൊക്കെ. പക്ഷെ അന്നത്തെ ഒരു സൈക്ലോൺ ചുഴലിക്കാറ്റിനെ തുടർന്ന് മൊത്തത്തിൽ അവിടെ തകിടം മറിഞ്ഞു. ദേ ഇപ്പം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇപ്പം കാണുന്നത് റെയിൽവേ സ്റ്റേഷനാട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും കേട്ടോ. അപ്പം നമ്മളിവിടെ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് വഴി നമുക്ക് വരാട്ടോ. കേരളത്തിൽ നിന്ന് ഇടുക്കിയിലെ തൊടുപുഴ വഴി കുമളി, തേനി, മധുര വഴി രാമനാഥപുരത്ത് വന്നിട്ട് നമുക്കിവിടെ വരാട്ടോ. പക്ഷെ ഞങ്ങൾ വന്നത് പാലക്കാട് മധുര വഴി പഴനിയിലൊക്കെ കയറിയിട്ടാട്ടോ ഇവിടെ വന്നത്. ഇവിടുത്തെ റോഡിൻ്റെ കാര്യം ഒരു രക്ഷയില്ല കേട്ടോ. കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അത്ര പെർഫെക്റ്റ് ആട്ടോ, നീറ്റ് ആൻഡ് ക്ലീനാ. ഇവിടുത്തെ കടലും ഒക്കെ നീല കളറ്. ഇത് കടലിട്ട് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഈ പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ക്രിസ്റ്റൽ പോലെ, നമുക്ക് ക്ലിയർ പോലെ, ഗ്ലാസ് പോലെ നമുക്ക് കാണാം കേട്ടോ. മീനുകൾ ഓടി കിടക്കണൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ രാമേശ്വരം ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പാലം കേട്ടോ ഈ പാലം. ഇതിന് പാമ്പൻ പാലം എന്നറിയപ്പെടും. ഇത് കണ്ടോ, നമ്മുടെ ഈ പാലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പാലം ബോട്ടുകളൊക്കെ പോകുമ്പോൾ ഈ പാലം മുകളിലേക്ക് ഉയരും കേട്ടോ. അതിന് അടിയിൽ കൂടെ നമുക്കപ്പോൾ പോകാൻ പറ്റും. 1964 ആ ചുഴലിക്കാറ്റിന് എല്ലാം തകർന്ന ഈ പട്ടണം വീണ്ടും പുനർനിർമ്മിക്കുമെന്ന് പറയാം കേട്ടോ. അതേപോലെ കേട്ടോ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. റെയിൽവേയും റോഡും ഒക്കെ അടിപൊളിയായി. ഒരുപാട് ആൾക്കാർ വന്ന് കാണാൻ നിൽക്കണ്ട കേട്ടോ. ഈ പാലം കാണാൻ വന്ന് നിൽക്കണ്ടേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രം, അഗ്നിതീർത്ഥം, പിന്നെ അബ്ദുൽ കലാമിൻ്റെ വീട്, പിന്നെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്മാരകം ഉണ്ട് കേട്ടോ അവിടെ, പിന്നെ ലക്ഷ്മൺ തീർത്ഥം, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ, നീല കടലിങ്ങനെ നിറച്ചും ചെറു വള്ളങ്ങൾ, ബോട്ടുകളൊക്കെ ഇങ്ങനെ കണ്ടെത്താൻ ദൂരത്ത് കിടക്കും കേട്ടോ. വളരെ സാധാരണപ്പെട്ട ആൾക്കാരാട്ടോ ഇവിടെ. ചെറിയ വീടുകളാണ്, കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവിടുത്തെ മത്സ്യബന്ധനം കേട്ടോ ഇവരുടെ മെയിൻ തൊഴിൽ തന്നെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് ഇവിടുത്തെ നമ്മൾ വേലിയൊക്കെ കെട്ടില്ലേ, ആ വേലിയൊക്കെ കെട്ടിയേക്കണം. നമ്മളെങ്ങനെ മതിൽ കെട്ടാൻ പറ്റാത്തൊരു വേലി കെട്ടില്ലേ, ആ വേലിയൊക്കെ നമ്മുടെ പനങ്കരിക്കിൻ്റെ ആ പനയുടെ ഓലയുടെ തണ്ട് ഉപയോഗിച്ചാട്ടോ വേലി ഇങ്ങനെ കെട്ടിയേക്കണേ. നല്ല രസം കേട്ടോ അത് കാണാൻ തന്നെ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഞാനും സച്ചിക്കുട്ടനും വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിലിരുന്ന്, കിച്ച പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്കുട്ടൻ ഓരോന്ന് ചോദിക്കണൊക്കെ നമ്മളിങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ കേട്ടോ ഈ സ്മാരകം അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകമാണ് ഈ കാണുന്നത്.
വലിയൊരു റോക്കറ്റിൻ്റെ മാതൃകയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ, പത്മഭൂഷൺ എന്നീ അവാർഡൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് വീഡിയോയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് യാത്രയായി രാമേശ്വരം അമ്പലം എത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും തുടരും, അടുത്ത ഭാഗം ഇനിയും വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.